കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറിന് നോട്ടീസ് അയച്ച ആദായനികുതി വകുപ്പ്. എന്നാൽ തീർപ്പാക്കിയ കേസിലാണ് നോട്ടീസ് എന്നാണ് ഡി.കെ. ശിവകുമാറിന്റെ വിശദീകരണം. നോട്ടീസിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്നും ഡി.കെ. ശിവകുമാർ വ്യക്തമാക്കി. നോബൽ മാരിക്കാരനുണ്ട് വിശദാംശങ്ങളുമായി. നോബൽ, ഏത് കേസിലാണ് ഇപ്പോൾ ഡി.കെ. ശിവകുമാറിന് നോട്ടീസ് അയച്ചിരിക്കുന്നത്? ഒപ്പം എന്താണ് അദ്ദേഹം നൽകുന്ന വിശദീകരണം? നികുതി അടച്ചതുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലാണ് ഇപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഡി.കെ. ശിവകുമാർ കർണാടക ഉപമുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് ഈ നോട്ടീസ് ലഭിച്ചത് എന്നാണ് ഡി.കെ. ശിവകുമാർ വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ പറയുകയാണെങ്കിൽ ഈ കേസ് നേരത്തെ ഒത്തീർപ്പാക്കിയതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വീണ്ടും നോട്ടീസ് അയച്ചിരിക്കുന്നത് എന്നും ഡി.കെ. ശിവകുമാർ പറയുന്നു. അത് ഈ വിഷയത്തെ രാഷ്ട്രീയമായും അതോടൊപ്പം നിയമപരമായി നേരിടും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇന്ത്യ സഖ്യത്തെയും കോൺഗ്രസിനെയും ബി.ജെ.പിയും കേന്ദ്രക്കാരും ഭയക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു നോട്ടീസ് വന്നത് എന്നും ഡി.കെ. ശിവകുമാർ വ്യക്തമാക്കുകയാണ്. എന്താണെങ്കിലും നേരത്തെ തീർപ്പാക്കിയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ നോട്ടീസ് എത്തിയിരിക്കുന്നത് എന്നാണ് പ്രധാന വിമർശനമായി അദ്ദേഹം തന്നെ ഉന്നയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിലേക്ക് ഉൾപ്പെടെ കടക്കും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്നാണെങ്കിൽ നേരത്തെ തന്നെ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇ.ഡി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇത്തരത്തിൽ നോട്ടീസുകൾ അയച്ചിരുന്നു. കോൺഗ്രസിനാണെങ്കിൽ 1800 കോടിയിലധികം രൂപയുടെ നോട്ടീസാണ് അയച്ചത്. CPIക്ക് ഉൾപ്പെടെ നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്ന വാർത്തകളും പുറത്തേക്ക് വന്നു. എന്താണെങ്കിലും ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഒരു നേതാവിന് കൂടി, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് ഡി.കെ. ശിവകുമാർ. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഫണ്ട് ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ നൽകുന്ന ഒരു സംസ്ഥാനം ഒരുപക്ഷെ കർണാടകയായിരിക്കും. ആ സംസ്ഥാനത്തെ ഉപമുഖ്യമന്ത്രിക്കെതിരെ തന്നെ ഇത്തരത്തിൽ IT നോട്ടീസ് എന്താണെങ്കിലും എത്തിയിരിക്കുന്നത്. നിയമപരമായി തന്നെ ഈ വിഷയത്തിൽ നേരിടും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ശരി, നോബൽ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്.